ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF പറവൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വയ്ക്കുക. ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് അംഗത്തിന് പറവൂരിൻ്റെ ചരിത്രത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് നമ്മൾ ഇപ്രാവശ്യം സമ്മാനിക്കാൻ പോകുന്നത്. എൻ്റെ ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അസംബ്ലിയിൽ കിട്ടിയ ഭൂരിപക്ഷത്തെ അത് കവച്ചു വെക്കണം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കടന്നു പോകണം, നമുക്ക് അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ പോകണം. നമുക്ക് അഭിമാനത്തോടു കൂടി ചോദിക്കാൻ പാടില്ലേ, ഹൈബിക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം? നമ്മൾ എത്ര അഭിമാനത്തോടു കൂടിയാണ് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുൻപ് MLA ആയിരുന്ന സമയത്ത്, അതിനുശേഷം MP ആയ സമയത്ത് ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു MP, അവരുടെ കൂടെ ഉണ്ടായിരുന്നു MP, 24 മണിക്കൂറും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിയോജകമണ്ഡലം ചെയർമാൻ PS രഞ്ജിത്ത് അധ്യക്ഷനായി. AICC മെമ്പർ KP ധനപാലൻ പ്രസംഗിച്ചു. പിണറായി വിജയന്റെ 1ാം സർക്കാർ കഴിഞ്ഞ് 2ാം സർക്കാർ, കേന്ദ്രത്തിലാണെങ്കിൽ നരേന്ദ്രമോദി 10 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്, BJPയുടെ പ്രചരണം 444 എന്ന വലിയ പ്രചരണം നരേന്ദ്രമോദി തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ 3ാമത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ RSSന്റെ ഭരണമാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയെ വർഗീയമായി പരസ്പരം ജനങ്ങളെ തമ്മിൽ കലഹിക്കുന്ന ഒരു ഭരണകൂടമാണ്. ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4500 കിലോമീറ്റർ നടന്ന് വെയിലും മഴയും മഞ്ഞും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭാരത് ജോഡോ, ഭാരതത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നരേന്ദ്രമോദിയും ഭരണകൂടവും ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ ഒരുമിപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു നീങ്ങിയത്. സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ വിശ്വാസികളും മതേതരകാംക്ഷികളായിട്ടുള്ള ആളുകളും ഉറ്റുനോക്കുന്നത് ഇന്ത്യ എന്ന ആശയം നിലനിർത്തുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മൾ രാഷ്ട്രീയ പ്രസംഗങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ എല്ലാം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, BJP ഇനിയും ഒരു വട്ടം അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഭരണഘടന തിരുത്തി എഴുതും എന്ന് പറയാറുണ്ട്. ഇത് വെറുതെ പറയുന്ന ഒരു പ്രസംഗമല്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ നിയമമാണെങ്കിലും UAPA ആണെങ്കിലും കർഷകർക്ക് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള കാർഷിക നിയമങ്ങളാണെങ്കിലും എല്ലാം ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന എല്ലാ ശിലകളും തകർത്തുകൊണ്ട് ഒരു രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ജനങ്ങളെ വേർതിരിക്കുന്ന, ഇപ്പൊ ഏക സിവിൽ കോഡ് അടക്കം നടപ്പാക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു ഭരണകൂട ഭീകരതയ്ക്ക് കീഴിലാണ് അവർ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി ഇതെല്ലാം പാസാക്കിക്കൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA, DCC സെക്രട്ടറി ടോണി ചമ്മിണി, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മിൽമ ചെയർമാൻ MT ജയൻ, KA അഗസ്റ്റിൻ, കൊച്ചിത്രേസ്യ ജോയി, ബീന ശശിധരൻ, MJ രാജു, MS റെജി, ഫ്രാൻസിസ് വലിയപറമ്പിൽ, ഡെന്നി തോമസ്, രമേശ് D കുറുപ്പ്, PR സൈജൻ, ലീഗ് സെക്രട്ടറി KK അബ്ദുള്ള,
കേരള കോൺഗ്രസ് പ്രസിഡന്റ് റോഷൻ ചക്കപ്പൻ, മധു അയ്യമ്പിള്ളി എന്നിവർ സംസാരിച്ചു. PS രഞ്ജിത്ത് ചെയർമാനായി 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.